വണ്ടി സർവീസിന് കയറ്റിയപ്പോൾ ഡീറ്റെയിൽസ് എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ വണ്ടി ഇപ്പോൾ ഫുൾ സർവീസിന് വേണ്ടി ഫുൾ അയച്ചിട്ടുണ്ട്, പെട്രോളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് ബ്രേക്ക് ഷൂ ഒക്കെ ഒരു അഡ്ജസ്റ്റിങ് ലാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ഷൂ മാറ്റണം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ക്ലച്ച് ഭാഗം അയച്ചിട്ടുണ്ട്, എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. നമുക്ക് എയർ ഫിൽറ്റർ വളരെ മോശമാണ്, എയർ ഫിൽറ്റർ മാറേണ്ടി വരും. പിന്നെ നമുക്ക് ക്ലച്ച് ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ക്ലച്ച് വേരിയറ്റ് പൊടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലച്ച് ഷൂ ഒക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് മൊത്തം അയച്ച് റീസെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി തരാം കേട്ടോ. അത് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ബെൽറ്റ് നമുക്ക് വലിയ കുഴപ്പമില്ല, ബെൽറ്റ് നമുക്ക് ഇതന്നെ യൂസ് ചെയ്യാം, ഓർഡറിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് പോയി ബെൻഡെക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ലൂബ് ചെയ്ത് കയറ്റാം. പിന്നെ നമുക്ക് വണ്ടി ഇവിടേക്ക് ഒരു ചോക്കിൻ്റെ കേബിള്, ചോക്കിൻ്റെ ഇവിടെ നമ്മൾ വലിട്ടേക്കണം. പക്ഷേ നല്ല വലിഞ്ഞിടക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇവിടെ വരെ വന്ന് നിൽക്കേണ്ട പൊസിഷനിലാണ്. പിന്നെ അതുപോലെ നമ്മുടെ ആക്സിഡൻറ്റിൻ്റെ കേബിള് കംപ്ലൈൻ്റ് ആണ്, അത് ടൈറ്റായി പോയേക്കാണ്. പിന്നെ വണ്ടി മൊത്തം ഈ കണ്ടീഷനൊന്ന് വാഷിന് വന്നിരിക്കണം, വാഷിന് വേണമെന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ കണ്ടീഷനിൽ വാഷിന് നമുക്ക് മൊത്തം ക്ലിയർ ആക്കി എടുക്കാം, കാരണം മൊത്തം മാറാനും അതുപോലെ മണ്ണും ചെളിയും പൊടിയൊക്കെയാണ്. പിന്നെ നമുക്ക് ആക്സിഡൻറ്റുകൾ മാറാൻ വേണ്ടി അയച്ചാണല്ലോ ഫ്രണ്ട്. നമുക്ക് കേബിൾ നല്ല ടൈറ്റ് ആണ്, കാരണം നമ്മൾ ഫ്രീ പ്ലേ ഇല്ല, കാരണം ഒരു സൈഡിലേക്ക് തിരിക്കുമ്പോൾ റൈസ് ആവണം, അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടും. ആക്സിഡൻറ്റുകൾ മാറണം. പിന്നെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, നോക്കട്ടെ സംഭവം കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് സെറ്റ്, അതായത് വീലൊടിപ്പിക്കുന്ന ഭാഗത്തുണ്ടോ ഫ്രണ്ട് ബുഷ്, ഈ ഷേക്ക് ഉണ്ടോ, ഈ ഷേക്ക് ബുഷ് സെറ്റ് നമുക്ക് മാറണം. പിന്നെ നമുക്കതുപോലെ ഷോക്കപ്സിൻ്റെ ബുഷ് കാരണം മാറണം. പിന്നെ 2 ബ്രേക്കിൻ്റെ കേബിള് അത് കംപ്ലീറ്റ് ആയി പോയിക്കണം, കാരണം വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് നിൽക്കല്ലേ. അപ്പോൾ 2 ബ്രേക്കിൻ്റെ കേബിൾ മാറണം കേട്ടോ. നമുക്ക് ടയർ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്കിൽ ടയർ നമുക്ക് കംപ്ലൈൻ്റ് ആണ്. നമുക്കൊരു ടയർ മാറിയിട്ട് ടയറിൻ്റെ ബാക്കിലേക്ക് ഇടാം, എന്നിട്ട് ഫ്രണ്ടിലേക്ക് പുതിയ ടയറിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വെച്ചാൽ അത്യാവശ്യം വെട്ടലും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. അല്ല നമുക്ക് നമ്മുടെ പ്ലഗ് മാറുന്നുണ്ട്, പ്ലഗ് എയർ ഫിൽറ്ററിൻ്റെ കൂടെ നമുക്ക് പ്ലഗ് മാറുന്നുണ്ട്, പ്ലഗ് കംപ്ലൈൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഓയിൽ കംപ്ലൈൻ്റ് ആണ്. പിന്നെ അതുപോലെ നമ്മുടെ ഒരു സെക്കൻഡ് ഫിൽറ്റർ എന്ന് പറയും, ഒരു സ്പോഞ്ച് ടൈപ്പാണ്, ആ സാധനം മൊത്തം പൊടിഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊന്ന് മാറണം. അതൊക്കെ എഞ്ചിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഹെഡിലൊക്കെ പ്രശ്നം കാണിക്കും, കരിയുടെ വശം അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയ്ക്കാണ് ഉള്ളത്. അപ്പോൾ നോക്കിയിട്ടേ ഒന്ന് വീഡിയോ കണ്ടിട്ട് റിപ്ലൈ കേട്ടോ. അങ്ങനെ നമുക്ക് തന്നെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊന്ന് പറയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വിളിക്കുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ.